രാവിലെ ഒരു കട്ടൻ ചായ ഇടാൻ പോവാണ്. നേരത്തെ വൈഫ് ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ എല്ലാം ഓക്കെ ആയിരുന്നു. ഇപ്പം എല്ലാം സ്വന്തമായിട്ട് ചെയ്യണം. രാവിലെ ചായ, പാൽ ചായ അല്ല കേട്ടോ, പാൽ ചായ വേണമെന്നാലും പറയല്ലേ, കട്ടൻ ചായയാണ്. പിന്നെ ഇവിടുത്തെ കുബൂസ് ഞങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഇവിടുത്തെ ട്രഡീഷണൽ ഫുഡാണ് കുബൂസ്. അത് കറിയൊന്നും ഇല്ലാതെ എങ്ങനെ കഴിക്കാമെന്ന് വളരെ ടെക്നിക്കലായിട്ട് ഞാൻ കാണിച്ചു തരാം. എൻ്റെ നോപ്പലിയോട്ട് ഓക്കെ. അപ്പം ചായ റെഡി. അപ്പം കടുപ്പം വേണ്ട, മധുരമില്ലാതെയാണ് കുടിക്കുന്നത്. ഇങ്ങനെ അങ്ങോട്ട് സ്റ്റൗവിലോട്ട് വെച്ചിട്ട് പതുക്കെ അങ്ങോട്ട് ലൈറ്റായിട്ടൊന്ന് ചൂടാകും. ഓക്കെ. അപ്പോൾ ഇങ്ങനെ നല്ല പൊങ്ങി വരും. അത് ലൈറ്റായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഇന്നലെ രാത്രി മേടിച്ച കുബൂസ്. അപ്പം രാവിലത്തേക്ക് അതിൻ്റെ ആ ഒരു ഫ്രഷ്നെസ് നഷ്ടപ്പെട്ട് കാണും. അപ്പോൾ ഒന്ന് ചൂടാക്കി കൊടുത്താൽ നല്ല ഫ്രഷായിട്ട്. പ്രവാസികൾക്ക് ശരിക്കറിയാൻ പറ്റും ഇതിൻ്റെ ടേസ്റ്റും ഇതിൻ്റെ ഗുണവുമൊക്കെ. രാവിലെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇങ്ങനെ ചുട്ട് കഴിച്ചിട്ടുണ്ടോ സ്റ്റൗവിൽ വെച്ച് കുബൂസ് മേടിച്ചിട്ട്? നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതിനകത്ത് വേറൊരു വെറൈറ്റി ഒരു ഐറ്റം ചേർക്കും. വേറെ എന്താണ് വിശേഷങ്ങൾ? ഒരു സ്പെഷ്യൽ ഐറ്റം കാണിച്ചു തരാം. അതും ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ഫുഡാണ്. ഇതാണ് ഞങ്ങളെ വീട് കേട്ടോ, ചെറിയ ഭവനമാണ്. ഓക്കെ. ഇവിടെ എല്ലാം വാരി വലിച്ചിട്ടേക്കുക. ഫാമിലി ഇപ്പം നാട്ടിലായ എൻ്റെ വീട്ടിൽ എല്ലാം നമ്മുടെ കൺട്രോളിലെല്ലാം വാരി വലിച്ചിങ്ങനെ ഇട്ടിട്ടുണ്ട്. ഓക്കെ. കണ്ടോ, ഞങ്ങളുടെ കിച്ചണാണ്. ഓക്കെ. അപ്പം ഞാൻ ഒരു വെറൈറ്റി ഒരു സംഭവം കാണിച്ചു തരാം. വെറൈറ്റി അല്ല, സംഭവം എല്ലാവർക്കും അറിയാം, പക്ഷേ അതങ്ങനെ നാട്ടിലൊന്നും അങ്ങനെ കഴിക്കാറില്ല എന്ന് തോന്നുന്നു. ഓക്കെ. ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നല്ല നാടൻ, ഇവിടുത്തെ സൗദി നാടൻ കേട്ടോ, നാട്ടിലെ നാടനല്ല, ഇവിടുത്തെ സൗദി നാടൻ നല്ല ഫ്രഷ് ഈന്തപ്പഴം ഉണ്ട്. കണ്ടോ, നല്ല പഴം, നല്ല പഴം പോലെ നല്ല സ്മൂത്തായിട്ട്. ഇതിനെ ഇങ്ങനെ മുകളിലിങ്ങനെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. തേച്ച് പിടിപ്പിച്ച് കൊടുത്ത് നമ്മൾ ഈ ജാമൊക്കെ തേക്കുമല്ലോ, അതുപോലെ. ഇതിനെ ഇടയ്ക്കൊരു കോള് വന്ന്, പിന്നെ അതിനകത്ത് കുറച്ച് സമയം പോയി. അപ്പോൾ അത് നമ്മൾ ജാമ പോലെ ഒരു 3-4 പീസ് ഈന്തപ്പഴം അതിന് മുകളിൽ തേച്ച് കൊടുത്തിട്ട് ഇതിനെങ്ങനെ കൊണ്ട് ചുരുട്ടി പിടിച്ചിട്ടുണ്ടല്ലോ, അങ്ങോട്ട് കഴിക്കണം. അപ്പോൾ സൂപ്പറാണ്. പക്ഷെ ചൂടോടുകൂടി കഴിക്കണം. ഇപ്പം തണുത്ത് പോയി ഇച്ചിരി. പിന്നെ കോള് വന്നപ്പോഴത്തേക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ടൈറ്റായി. എന്നാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റിയാണ്, നല്ല മധുരമാകത്ത്. പിന്നെ
ഒരു സ്പെഷ്യൽ ഫ്ലേവറാണ് അത് രണ്ടും കൂടെ ആകുമ്പോഴേ നല്ല ടേസ്റ്റാണ്. അപ്പം ഇതാണിന്ന് രാവിലത്തെ വിശേഷം. അടുത്ത എന്താണെന്ന് വെച്ചാൽ അതുമായിട്ട് വരാം. ഓക്കെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. അപ്പം കമൻറ്റും ഷെയറും ഫോളോയും ഒക്കെ ചെയ്ത് കൂടെ വന്നാലേ നമുക്ക് എന്തുവാ ഇത് കൂടുതൽ വീഡിയോസൊക്കെ ചെയ്യാനായിട്ടുള്ളൊരു ഉത്സാഹമൊക്കെ വരുത്തുള്ളൂ. അപ്പം കമൻറ്റ് ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്കും ഒക്കെ അങ്ങ് ചെയ്തോണം, ഒന്നും നോക്കണ്ട. ഓക്കെ, എന്ന് പറഞ്ഞാൽ മതി. ബൈ.